നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ തറവാട്ടിലെ കുടുംബക്ഷേത്രമുള്ള കാര്യം രാജേട്ടൻ പറഞ്ഞിരുന്നു. അവിടെയും പോണം. ആ ലക്ഷ്മി ദേവിയാണല്ലേ അവിടുത്തെ പ്രതിഷ്ഠ? വർഷത്തിലൊരിക്കലേ അവിടെ നട തുറക്കുള്ളൂ. മറ്റൊരു വിഗ്രഹത്തിൽ ആവാഹിച്ച് തറവാട്ടിൽ കൊണ്ടുവരും. വലിയ ആഘോഷ. അതിന് മുന്നോടിയായി തുളസിച്ചെടി നടും. അതിനടുത്ത് പീഠത്തിലാ പ്രതിഷ്ഠ വെക്കുന്നത്. കുടുംബത്തിലെ മരുമകളാ തുളസി തൈ നടുക. അപ്പോ ഇത്തവണ ഞാനായിരിക്കല്ലേ തുളസി തൈ നടുക, അല്ലേ അമ്മേ? കഴിഞ്ഞൊരു ജന്മത്തിൽ അങ്ങനെ ചെയ്തതായി മോളുടെ മനസ്സിലുണ്ടോ? ചെണ്ടമേളത്തോടെ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര വരിക, പിന്നെയുള്ള പൂജകൾ അങ്ങനെയൊക്കെയാ. കഴിഞ്ഞ ജന്മത്തിലും ഞാൻ അമ്മയുടെ മരുമകളായിരുന്നെന്നാണ് അമ്മ പറയുന്നത്. എനിക്കും ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഞാൻ മനസ്സിൽ കണ്ട എന്റെ പെറ്റമ്മയുടെ രൂപം അമ്മയുടേത് പോലെ ആയതുകൊണ്ടാവും ഞാനും അമ്മയും സഞ്ജുവേട്ടനും തമ്മില് എന്തൊക്കെയോ പൂർവ്വ ബന്ധങ്ങളുണ്ട്. മോളെ, നമുക്ക് ശ്രീകോവിലേക്ക് കയറാം. അയ്യോ ദൈവമേ, ശാസ്ത്രികൾ! അത് ശങ്കരശാസ്ത്രികളല്ലേ? അദ്ദേഹത്തെ മോള് കണ്ടിട്ടുണ്ടോ? അത് ശങ്കരശാസ്ത്രികളാ അമ്മേ. അദ്ദേഹത്തെ എനിക്കറിയാം. നീ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞോ? എന്റെ കല്യാണത്തിന് കുറച്ചു ദിവസം മുൻപ് ശാസ്ത്രികളെ മുത്തശ്ശിയും ഞാനും പെരുവണ്ണാപുരം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നു. എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അല്ല, ഇവിടെ വന്നിട്ട് മോള് കണ്ടിട്ടില്ലേ? അതിനുശേഷം ഞാൻ ഇപ്പോഴാ കാണുന്നേ. അദ്ദേഹം എന്നെ തിരിച്ചറിയോ ആവോ? ശാസ്ത്രികളെ ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. കല്യാണമൊക്കെ മംഗളമായി നടന്നില്ലേ? ശാസ്ത്രികൾ പറഞ്ഞതുപോലെ എനിക്കെന്റെ മരുമകളെ തിരിച്ചറിയാനായി. മോള് ഈ പൂജാ സാധനങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അമ്മ പിന്നാലെ വരാം. വഴിപാടിന്റെ രസീതൊക്കെ വാങ്ങിച്ചോണേ. ശരി. എനിക്കൊരു സങ്കടമുണ്ട് ശാസ്ത്രികളെ. അവളാ എന്റെ മരുമകളെന്ന് ഒരു വാക്ക് ശാസ്ത്രികൾ എന്നോട് പറഞ്ഞില്ല. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിന്നീ ധർമ്മസങ്കടത്തിൽ പെടില്ലായിരുന്നു. താലികെട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സത്യം അറിയുന്നത്. അതെന്റെ കുറ്റമല്ല. ലക്ഷ്മി ദേവിയെ പോലൊരു പെണ്ണ് സന്തത സഹചാരായി കൂടെ ഉണ്ടായിട്ടും ശ്രീദേവിക്ക് അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എത്രയോ സൂചനകൾ ഞാൻ നിങ്ങൾക്ക് തന്നു. എന്നിട്ടും അകക്കണ്ണ് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ശ്രീദേവിയുടെ ഭാഗത്തെ തെറ്റ്. എനിക്കത് തുറന്നു പറയാനുള്ള അധികാരമില്ലാതായിപ്പോയി. ഞാൻ ആ തെറ്റ് സമ്മതിക്കുന്നു. താലികെട്ട് തടസ്സപ്പെടുത്താൻ അവള് വന്നപ്പോ തന്നെ ഞാനത് മനസ്സിലാക്കിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും ശാസ്ത്രികളെ? വലിയ അഗ്നിപരീക്ഷ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ലക്ഷ്മിക്ക് പെരുവണ്ണാപുരത്ത് വെച്ച് നടന്ന അവളുടെ വിവാഹം അല്ലാതെ മറ്റൊന്നും ഓർമ്മയില്ല. അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. എന്താ ശ്രീദേവി പറയുന്നത്? മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയോ? അതെ ശാസ്ത്രികളെ. ആര്? സഞ്ജുവോ? അദ്ദേഹം തന്നെ. അതെ. വലതുകാലം വെച്ച് കയറി വാ മോളെ. മോള് വാ. മോളെ അമ്മു, നീ എന്തെങ്ങനെ ഓരോന്നും
പറയുക ചെയ്യുന്നത്? അമ്മേ, എന്റെ പേര് ലക്ഷ്മി എന്നാ. ലച്ചു എന്നാ എല്ലാവരും വിളിക്കുന്നത്. അമ്മ എന്നെ ലച്ചു എന്ന് വിളിച്ചാ മതി. അവൾ അഭിനയിക്കുകയാണെന്ന് എല്ലാവരും ആദ്യം കരുതിയത്. പക്ഷെ സത്യം അതല്ല. ശ്രീകുട്ടി വീട്ടിൽ കയറുന്നതിന് മുൻപ് ലച്ചുവിനെ നിലവിളക്ക് കൊടുത്ത് വീട്ടിൽ കയറ്റാൻ ശ്രമിച്ചതോടെ അവൾ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. എനിക്ക് ഈ കാര്യം ആരോടും പറയാനുള്ള ധൈര്യമില്ല. അമ്മേ മഹാമായേ, പെരുവണ്ണാപുരത്തമ്മയുടെ ലീലാവിലാസം ആശ്ചര്യം തന്നെ. പിന്നെ ദേവിയുടെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണ് ലക്ഷ്മി. അവൾക്ക് വേണ്ടി ദേവി കൊണ്ടുവന്ന പയ്യനാ ശ്രീദേവിയുടെ മകൻ സഞ്ജു. അവൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയ സമയം ലക്ഷ്മിയുടെ കഴുത്തിൽ നിശ്ചയമായും അവൻ ചാർത്തിയ താലി ഉണ്ടായി കാണില്ല. സത്യമല്ലേ? അതെ, അത് പെരുവണ്ണാപുര ക്ഷേത്രത്തിൽ എവിടെയോ അഴിഞ്ഞു വീണുപോയി. വീണ്ടും ആ താലി അവളുടെ കഴുത്തിൽ വീണു. നിങ്ങളുടെ മകന്റെ ആയുസ്സിന് ദോഷമായി തീരേണ്ട സമയത്താ വീണ്ടും ലക്ഷ്മിയുടെ കഴുത്തിൽ ആ താലി വീണത്. ദേവി, ലക്ഷ്മിയിലുണ്ടായ ഈ പുതിയ മാറ്റം അവളെ അവന്റെ ഭാര്യയായി തന്നെ നിലനിർത്തി. തന്റെ മകൾ വിധവയാകരുതെന്ന് പെരുവണ്ണാപുരത്തമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ലക്ഷ്മിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു ഭവിച്ചാൽ മധുരാപുരി കണ്ണകി ചുട്ടരിച്ചതുപോലെ മംഗലശ്ശേരി വീട്ടിൽ ദേവിയുടെ കോപം പതിയും. ഒരാൾ പോലും പിന്നെ ബാക്കിയുണ്ടാവില്ല. നിങ്ങളുടെ മകൻ പ്രാണഭീതിയില്ലാതെ കഴിയണമെങ്കിൽ ആ താലി അവളുടെ കഴുത്തിൽ തന്നെ കിടക്കണം. അത് വെറും താലിയല്ല, നിങ്ങളുടെ മകന്റെ ആയുസ്സാണ്. ശാസ്ത്രികളെ, ഈ ജീവിതകഥയിൽ നായകനും നായികയുമെല്ലാം ഒരാളാ, സാക്ഷാൽ അമ്മ മഹാമായ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.